എന്താണ് ശരിക്കും സംഭവിച്ചത്? എന്തിനാണ് ദേവൻ ചേട്ടൻ ഇവിടെ വന്നേന്നാ ചോദിക്കുന്നത്? എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തല്ല, ഞാൻ 2-3 ദിവസമായിട്ട് എൻ്റെ പാർട്ടിയുടെ പ്രവർത്തനത്തിലായിരുന്നു. ഇന്നലെ ശ്രീമതി നിർമ്മല മറ്റേ സീതാരാമൻ്റെ പ്രോഗ്രാമിന് പോയി. ഇന്നലെ തന്നെ ചാർട്ട് ചെയ്ത പ്രോഗ്രാമാണ് ഇന്ന്. അതെവിടെയുണ്ട് ചാർട്ട്? അത് ഇന്ന് രാവിലെ 9 മണി മുതൽ 8 മണി മുതൽ രാത്രി 8 മണി വരെ എൻ്റെ പ്രോഗ്രാം ഇവിടെ ആയിരുന്നു. ഓരോ കുടുംബയോഗങ്ങളിൽ അതിനുവേണ്ടി ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് കാലത്ത് 3 സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞു. 4-മത്തെയാണ് വാടാനപ്പള്ളിയിലുള്ളത്. അത് ഈ ചാർട്ടിലുണ്ട്. ഇന്നലെ പബ്ലിഷ് ചെയ്ത ഒരു ചാർട്ടാണ്. ഞാനിവിടെ എത്തുമെന്നുള്ളത് അവർക്ക് നേരത്തെ എല്ലാവരുടെ അടുത്തും പറഞ്ഞിരുന്നു. അവരെല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ ഒരു 11 മണിക്ക് എത്തിയപ്പോൾ ഞാൻ പോയിരുന്ന ആ യോഗത്തിലെ ഒരു പ്രവർത്തകൻ എൻ്റെ ഒരു ലീഡർ ഇങ്ങനെ എടുത്ത് പറഞ്ഞു, ചേട്ടാ ഒരു അരമണിക്കൂർ എൻ്റെ വന്നാൽ മതി, കാരണം യോഗം എല്ലാം തയ്യാറായിട്ടില്ല, അതുകൊണ്ട് അരമണിക്കൂർ. അപ്പോൾ റോഷൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ നമുക്കൊരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് ഇവിടെ, എൻ്റെ ഒരു ഫ്രണ്ടാണ്, നമുക്ക് അവിടെ റെഡി ആവുന്നത് വരെ നമുക്കിവിടെ വന്ന് ഇരുന്ന ശേഷം ചായയെല്ലാം കാപ്പി കുടിച്ചിട്ട് പതുക്കെ അവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം പോകാം എന്നാണ്. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വരുന്നത്. ഇവിടെ വന്ന് ഇറങ്ങി ഞാൻ അകത്ത് പോയി. ഇവരെല്ലാം മറ്റേ ഇതിൻ്റെ ഓണർ ചായ കുടിക്കാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വൈഫുണ്ടായിരുന്ന മക്കളൊക്കെ ഉണ്ടായിരുന്നു. അവർ ചായ കുടിക്കാൻ വേണ്ടി അവർ ചായ കൊണ്ടുവന്നു. അതൊരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ഞാൻ അവിടെ ചെന്നിട്ട് 10 മിനിറ്റ് ആയിട്ടുള്ളൂ. 10 മിനിറ്റ് ഞാൻ ചായ കയ്യിലെടുത്തപ്പോഴാണ് താഴെ ഈ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഭയങ്കരമൊരു കമോഷൻ ഇൻ ദി സെൻസ് ഭയങ്കര മുദ്രാവാക്യം വിളിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ജനലവയ്ക്ക് നോക്കുമ്പോൾ നമ്മുടെ TN പ്രതാപൻ അദ്ദേഹത്തിൻ്റെ കുറേ അനുയായികളുമായിട്ട് ഇവിടെ നിന്നിട്ട് ഈ പിടിച്ച് വലിച്ച് അങ്ങനെ നിങ്ങൾ ദേവൻ ഇവിടെ വന്നത് കിറ്റ് വിതരണം ചെയ്യാനായിട്ട്. ഇവിടെ ദേവൻ ഓൾറെഡി ഓർഡർ കൊടുത്തിട്ടുണ്ട്. ആ കിറ്റ് വിതരണം ചെയ്യാൻ വേണ്ടി അത് കളക്ട് ചെയ്യാനായിട്ട് ഈ ദേവൻ വന്നിരിക്കുന്നു, ഞങ്ങളത് സമ്മതിക്കില്ല എന്ന് തടസ്സപ്പെടുത്തി. അപ്പം ഞാനിവിടെ പറഞ്ഞു, നമ്മൾ വന്നത് ഇതിനല്ലല്ലോ, യോഗത്തിനല്ല. അത് ഞാൻ ഓൾറെഡി ചാർട്ടേഡ് പ്രോഗ്രാം ഉണ്ട്. ഇന്നലെ കാണിച്ചല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുടുംബം BJP-യുമായി സഹകരിക്കുന്നവരാണോ? എന്തിന് ഈ സമയത്ത് ഇവിടെ എത്തി? അല്ല, അതിൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്. എനിക്ക് ഇവരായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ പാർട്ടിയുടെ ഒരു നേതാവാണ് റോഷൻ പറഞ്ഞു, നമ്മളിവിടെ അവിടെ ഇവിടെയും റോട്ടിൽ വെയിറ്റ് ചെയ്യേണ്ട ചേട്ടാ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചേട്ടാ ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ എനിക്കറിയില്ല സെവൻറ്റൂറൊന്നും. ഇവിടെ വന്നു ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ TN പ്രതാപൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പ്രോബ്ലം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, പിന്നെ ദേവൻ ഇവിടെ പിന്നെ ഈ കിറ്റ് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നാന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും വലിയ കമോഷനായി. അപ്പോൾ തന്നെ രവീന്ദ്രനാഥ് മാഷ് CPM-ൻ്റെ ആളും കുറേ ഗാങ്ങും അവരും എല്ലാവരും വന്നിട്ട് ഇവിടെ എല്ലാവരും കൂടി 2 UDF-ഉം LDF-ഉം കൂടി ഭയങ്കരമായ പ്രകടനം ഇവിടെ നടത്തി. അപ്പോൾ ഞാൻ അവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോഴാണ് പറയുന്നത്, ഞങ്ങൾ വന്നത് ഇവിടെ നിങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കിറ്റുകൾ എടുത്തു കൊണ്ടുപോയി വിതരണം ചെയ്യാനാണെന്നാണ് ഇവരുടെ ഒരു ഭാഗം. ഞാൻ എല്ലാ പത്രക്കാർക്കും BJP തൃശ്ശൂരിൻ്റെ പേജിൽ കഴിഞ്ഞ ദിവസം ഇന്നത്തെ ഞങ്ങളുടെ യാത്രാ ചാർട്ട് ദേവൻ സാറിൻ്റെ കുടുംബയോഗങ്ങളും കീ വോട്ടർമാരെ സന്ദർശിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഇന്നലെ രാത്രി ഞങ്ങൾ BJP-യുടെ ഫേസ്ബുക്ക് പേജിലിട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യത്തെ പരിപാടി മണലൂർ കമ്പനിപ്പടിയിൽ നടത്തി. അവിടുന്ന് വേറൊരു സ്ഥലത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് 3-മത്തെ പരിപാടി കഴിഞ്ഞിട്ടാണ് നമ്മൾ നടുവിൽക്കരയ്ക്കും വാടാനപ്പള്ളിയിലേക്കും എൻ്റർ ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മുടെ ചാർട്ട് പ്രകാരം പരിപാടികൾക്ക് വന്ന സമയത്ത് നമ്മൾ ഈ വീട്ടിൽ സന്ദർശിച്ച്, ഇത് SNDP യോഗത്തിൻ്റെ ഇവിടുത്തെ, ഞാൻ OBC മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, ഒരു കീ വോട്ടർ എന്നുള്ള നിലയ്ക്ക് OBC മോർച്ചയുടെ പ്രതിനിധിയായിട്ട് ഞാൻ ഈ SNDP യോഗത്തിൻ്റെ ഒരു ഏരിയ പ്രസിഡൻ്റായിട്ടുള്ള കരയോഗത്തിൻ്റെ പ്രസിഡൻറ്റിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഇരിക്കുന്ന നേരത്ത് TM പ്രതാപൻ തോൽവി മണത്തുകൊണ്ട് ഒരു പറ്റം ഭീകരവാദികളുമായി വന്നിട്ട് ഞങ്ങളെ തടഞ്ഞു വെക്കാണ് ഉണ്ടായത്. ഇതാണ് സംഭവിച്ചത്. 100%. അതായത് ഞാൻ പറഞ്ഞിട്ടേ, ഇന്നലത്തെ ഈ നിർമ്മല സീതാരാമൻ മാഡത്തിൻ്റെ ആ പ്രോഗ്രാം കണ്ടപ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര വെകിടി പിടിച്ചു. കാരണം ഇത് ഭയങ്കരമായ വേറൊരു വേവ് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഞാനുണ്ടായിരുന്നു.
അപ്പോൾ ഇത് ഇവരെന്താ വെച്ചാൽ ഇവർ പിന്നെ ഞാൻ പോകുന്ന സ്ഥലത്തിൽ ഭയങ്കരമായ കൂട്ടം കൂടുന്നുണ്ട്, പ്രത്യേകിച്ച് ഫീമെയിലുകൾ. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ വളരെ കാതോർത്തുകൊണ്ട് ഇവിടെ ഒരു മാറ്റത്തിന് ഞാൻ പറയുന്നത് ഇവിടുത്തെ ഒരു മാറ്റം ആവശ്യമുണ്ട്, ഇവിടെ ഒരു മാറ്റം വേണം. അത് UDF LDF ഒരു കാരണവശാലും ഇവിടെ വരരുത്. ഇത് ലാസ്റ്റ് ബസ്സാണ് ഇവിടെ. കേരളത്തിലെ ജനങ്ങളുടെ അവസാനത്തെ ഒരു ബസ് മിസ്സാവരുത്. അപ്പോൾ ഞങ്ങൾ 2026 ഈ ഏപ്രിൽ 9 നിങ്ങൾ പോളിംഗ് ബൂത്തിൽ പോയിട്ട് നിങ്ങൾ ഈ ബസ് മിസ്സായത് BJPക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ അത് വളരെയധികം ശ്രദ്ധാപൂർവ്വം അവർക്ക് ആ പോയിന്റ് മനസ്സിലായി. അപ്പോൾ ഇത് കണ്ടറിഞ്ഞിട്ട് ഈ പ്രതാപനും ഈ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരും കൂടിയിട്ട് അവരോട് വെകിളി പിടിച്ചിട്ടുള്ള ഒരു സംഗതിയാണിത്. പേടിച്ചു പോയി അവർ, ഭയന്നു പോയി അവർ. അപ്പോൾ അത് തകർക്കാൻ വേണ്ടി ഇതെന്ന് വെച്ചാലോ, ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് 10 മിനിറ്റിനകത്താണ് ഇവരിവിടെ വന്നത്. എങ്ങനെ വന്നു? അതിൻ്റെ അർത്ഥം ഇവർ പ്ലാൻ ചെയ്ത് എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലാണ്ട് സാധ്യതയില്ല. 10 മിനിറ്റ് ആയിട്ടുള്ളൂ ഞാൻ. അപ്പോൾ ഞാനിവിടെ വരേണ്ട കാര്യം അറിയാമോ അവർക്ക്. പക്ഷേ ഞാനിവിടെ എത്തുമ്പോൾ 10 മിനിറ്റിനോടെ ഞാൻ പോകും. ഇവിടെ ഭയങ്കരമായ ഒരു കമോഷനാണ്. അതിൻ്റെ അർത്ഥം ഇവർ പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മൾ ട്രാപ്പ് ചെയ്യാൻ പരിപാടിയാണ്. ഈ അങ്ങയുടെ ഈ ലിസ്റ്റ് അനുസരിച്ച് 8 മണിക്ക് കമ്പനി പടി, 9 മണിക്ക് കമ്പനി സെൻറ്റർ ബൂത്ത്, 10 മണിക്ക് ബൂത്ത് 195. ആ 10 മണിക്ക് ആ പരിപാടി നടക്കേണ്ടതല്ലേ? അപ്പോഴെങ്ങനെ അങ്ങ് ഇവിടെ എത്തുന്നത്? അത് 8 മണിക്ക് തുടങ്ങി ഞങ്ങൾ. അത് രാവിലെ അതായത് ഞാൻ 5 മണിക്ക് നേരത്തെ വന്നു, 7:30 മണിക്ക് ഇവിടെ എത്തി. 7:30 മണിക്ക് ഇവിടെ എത്തി. ആദ്യത്തെ ഇതുണ്ട്, നമ്പർ 1, നമ്പർ 2, നമ്പർ 3 കഴിഞ്ഞ് നമ്പർ 4 ആണ് ഇവിടെ. നമ്മൾ ഈ 3 ഏർക്കണവേ കഴിഞ്ഞു വെച്ചു. നമ്മുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ബ്രീഫിംഗ് എല്ലാം കഴിഞ്ഞു. ഈ വാടാനപ്പള്ളിയിൽ വന്നപ്പോഴാണ് ഈ ഒരു സംഭവം വന്നത്. ഈ വാടാനപ്പള്ളി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു അതായത് പെട്ടെന്നുള്ള ഒരു സംഗതി. അപ്പോൾ ഇവരെന്ന് വെച്ചാൽ അവർ പേടിച്ച് ഭയന്ന് ഉള്ള ഒരു സംഗതി കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഒരിക്കലും ഇവിടുത്തെ യൂണിയൻ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെയും കുടുംബത്തെയും SNDPയെയും കൂടിയിട്ടാണ് അവഹേളിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല വേറൊരു ഞാനിവിടെ വന്നത് എന്തിനാണെന്ന് അറിയോ? ഈ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. ഒരു മിനിറ്റ് പ്ലീസ്. അതായത് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ 8 മണി മുതൽ രാത്രി 8 മണി വരെ എൻ്റെ പ്രവർത്തനങ്ങൾ ഈ പ്രതാപനും രവീന്ദ്രനാഥൻ എന്നും പറയുന്ന സ്ഥാനാർത്ഥിയും എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. അതിനവർ സമാധാനം പറയണം. കാരണം എൻ്റെ സമയം വേസ്റ്റാക്കി. അതിന് ഞാൻ ആക്ഷൻ എടുക്കും.